കണ്ണില്ലാണ്ട് ബോട്ടാ മുട്ടിയിട്ട് നിറച്ചേക്കും. കൺസീലറിൽ കൂടെ മുടിയിലായിട്ട് നരച്ച മുടി പോലെ ഇരിക്കും. എപ്പടി ഇറുക്ക്? നല്ല ഇറുക്കാ, നല്ല ഇറുക്ക്. അതെ, ഇറുക്കി ഇറുക്കി നശിപ്പിച്ചിട്ടുണ്ട്. പിന്നെ സൈഡിലാക്ക് മാത്ത സൈഡില് അത് കവളാണല്ലേ സൈഡില്. ഓക്കെ ആ സൈഡില്. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന ചലഞ്ച് എന്ന് വെച്ചാൽ ബ്ലൈൻഡ് മേക്കപ്പ് ചലഞ്ച്. അപ്പോൾ കണ്ണ് കെട്ടിയിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മേക്കപ്പ് ഇടുന്നതാണ് ഇന്നത്തെ ചലഞ്ച്. ഓരോ മേക്കപ്പ് പ്രോഡക്ട്സും നമ്മൾ ഇടണത് എങ്ങനെയാണെന്നൊക്കെ നോക്കാം. കാരണം കണ്ണ് കെട്ടിയിട്ട് ഔട്ട്പുട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യല്ലോ. ഓക്കെ, അപ്പൊ ഞങ്ങളുടെ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. പിന്നെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമന്റ് ബിലോ, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സോ ഗൈസ്, നമുക്ക് മോയ്സ്ചറൈസറിൽ നിന്ന് തുടങ്ങാം. ഞാൻ ഈ മോയ്സ്ചറൈസർ കുറേ നാളായിട്ട് യൂസ് ചെയ്യുന്നത്, കുറേ മന്ത്സ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇത് സൂപ്പർ ലൈറ്റ് ജെല്ലാണ്. ഈ ഡ്രൈ സ്കിന്നുകാർക്ക് ഏറ്റവും നല്ല മോയ്സ്ചറൈസറാണ് ഈ പോൺസിൽ ഈ മോയ്സ്ചറൈസർ. അങ്ങനെ തോണ്ടി വരുത്തേക്കടി കണ്ടിട്ടിരുന്നാ മതി, അല്ലെങ്കിൽ പല്ലിലേക്ക് കണ്ണില്ലാണ്ട് ഇങ്ങനെ എന്നിട്ട് അങ്ങോട്ട് തേക്ക്. ഇക്കുവിന് അവസാനം എന്തേലൊക്കെ ആക്കി എടുക്കും. ഫൗണ്ടേഷൻ ആണ്. ഒന്ന് നിക്കൂ. മതി മതി മതി. തൊട്ട് തൊട്ട് തേച്ചു. ഇക്കൊന്നും ചെയ്തേമോ നിങ്ങൾ തിരിയണോ? തടപട കുട്ടാകൂട്. എനിക്കറിയില്ല ഞാൻ എങ്ങനെ ഇരിക്കണത് ഗൈസ്, എന്നാലും എനിക്കറിയാം കോമഡി. കാരണം ഫൗണ്ടേഷൻ ആണെങ്കിലും കൺസീലർ ബ്ലൂ ഹെവന്റെ കണ്ണ് പൂട്ടിയിരുന്നാ മതി. നിന്നെ കൊല്ലും. നീളത്തിലുള്ള സാധനം ഉണ്ടാ തുമ്പത്താ അടിയിൽ. തെച്ചോ തെച്ചോ തെച്ചോ. പണ്ട് ഡാൻസിനൊക്കെ പൊട്ടിടൂ. മുടിയൊക്കെ വന്നല്ല, മുടിയിലെ കഴിയുക. അപ്പൊ എന്തെങ്കിലും വെഡിങ്ങിന് വല്ല ബ്യൂട്ടി മേക്കപ്പ് ഉണ്ടെങ്കിൽ പൊടി മതി. ഇത് കണ്ടു, ഇതാണ് സാമ്പിള്. നെക്സ്റ്റ് നിനക്ക് ഇഷ്ടമുള്ള കളർ എടുക്കല്ലേ? നിനക്ക് ഇഷ്ടമുള്ള എടുത്തോ. കണ്ണെവിടെടാ? എന്ത് വേറെ ഭാഗ്യമുണ്ട് ഗൈസ്, അതുകൊണ്ട് കളർ കുഴപ്പമില്ല. അതെ, അപ്പുറത്തേക്ക് ഗോൾഡ് ഓറഞ്ച് ഒക്കെ മതി. കൈതിച്ചപ്പുറത്തേക്ക് ഇനി വേണമെങ്കിലും കൈ തെറ്റിക്കാട്ടാ, കുഴപ്പമൊന്നുമില്ല.
ഐബ്രോ ആണ്. ഐബ്രോ പിന്നെ വലിയ കുഴപ്പമില്ലാത്ത കളറായുണ്ട്. സീനില്ല. ഇതാണ് ലുക്ക്. എനിക്കറിയില്ല 3-in-1 ഫൗണ്ടേഷൻ ഉണ്ടാക്കി ഫേസ് സ്കാൻ. അതും അടിപൊളിയാണ് കേട്ടോ. സോറി, അത് വീട്ടിലേക്ക് അതോ ആയിട്ടുണ്ട്. എല്ലായിടത്തും ആയിട്ടുണ്ട്. പറഞ്ഞില്ലേ, അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും വല്ല കല്യാണോ അല്ലെങ്കിൽ ഫ്രണ്ട്സിന്റെ കല്യാണോ ഉണ്ടെങ്കിൽ റിയാനെ വിളിക്കുക. നമ്പർ അടി കൊടുക്കാട്ടോ. ഫ്രീ ആയിട്ട്. അതാണ് ഞങ്ങള്. നിങ്ങളും ഇപ്പൊ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. നിങ്ങൾ വേണ്ടത് കൊടുത്തോളൂ. ഞാൻ അത് മേക്കപ്പ് ചെയ്തിട്ട് നിങ്ങൾ വേണ്ടത് നിങ്ങൾ തന്നെ കൊടുത്തോളൂ. കാജലാണ്. ഇത് സ്റ്റുഡിയോന്റെ കാജലാണ്. ബ്രാൻഡാണ് സ്റ്റുഡിയോ. സ്റ്റുഡിയോ. എല്ലാവരുടെയും പ്രത്യേകിച്ച് ഈ കാജലും ഐലൈനറും എനിക്ക് ഭയങ്കര ഇഷ്ടം. ഐലൈനർ വേഗം പോകും. പക്ഷെ എനിക്ക് ലിക്വിഡ് ലിപ്സ്റ്റിക്. എനിക്കത് പക്ഷെ ലിക്വിഡ് ലിപ്സ്റ്റിക് ഇഷ്ടമല്ല. അത് പോകൂല. ഇത് നല്ല കളർ ഉണ്ടാവും. സ്മഡ്ജ് അധികം സ്മഡ്ജ് ആവില്ല. കിട്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ദിഗംബരന്റെ സിസ്റ്ററെ കാണണമെന്നുണ്ടോ? നോ യു ക്യാൻ സി. കുട്ടാ മതിയടാ. അടുത്തത് ലിപ്സ്റ്റിക് തീരാനായില്ല. ലിപ് ലെയർ അവിടെ വരക്കണ്ടേന്ന് അറിയാൻ പാടാത്തവർക്ക് ഇവിടെ എന്റെ ലിപ് ലെയർ വരക്കണ്ടത്. ഇങ്ങനെ വെച്ച് കൊടുക്കണോട്ടാ ലിപ്സ്റ്റിക്. മസ്കാര കൊണ്ട് നമ്മ ഇത് വൈൻഡപ്പ് ചെയ്യണാണ്. കൺസീലറിൽ കൂടെ മുടിയിലായിട്ട് നരച്ച മുടി പോലെ ഇരിക്കും. ഇക്കൂര നോക്ക്. ബ്രൈഡൽ മേക്കപ്പ് വേണ്ടവര് കോണ്ടാക്ട് നല്ല ഭംഗിയുണ്ട്. ഞാൻ ആ മൊമെന്റിലേക്ക് നമ്മ എത്തുകയാണ്. അയ്യോ എല്ലാം ഓൺ പോയിന്റ്. ഞാൻ വിചാരിച്ചേനും അപ്പൊ നെക്സ്റ്റ് ആളെ നമുക്ക് നോക്കാം. ഇപ്പോഴും ഇതാണ് ഗൈസ്. ഇതാണ് ഗൈസ് മുഖം. നല്ല അടുത്തത് എന്നെയാണ് മേക്കപ്പ് ചെയ്യാൻ പോകുന്നത്. ിക്കുവിന്റെ ചുണ്ടാണുമ്പോ തന്നെ എന്ത് ഭംഗി. ഇവിടെ പടിനകത്ത് അലുവ കടിച്ചത് അയില അടുത്തത് പാത്തുമാണ്. നമുക്ക് പാത്തിന് മുഖം കാണാം. ഇങ്ങനെ
എനിക്ക് ഇനി നല്ല ഞാൻ പിന്നെ പ്രൊഫഷണലി ഇച്ചിരി മേക്കപ്പിനോട് ചെറുതൊക്കെ ഉള്ളതുകൊണ്ട് ഇതിനെല്ലാം പാത്രം എങ്ങനെ ഇതിനേലും പുറകിൽ മോളെ ഇതാണ് എന്റെ മുഖം. ഇതാണ് മോയ്സ്ചറൈസർ. അപ്പൊ ഇനി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള മോയ്സ്ചറൈസറിൽ തുടങ്ങാം. വാടുത്ത ചേട്ടാ അമ്മ കുടിച്ചോ? കയ്യിലേക്ക് ഇട്ട് പ്രൊഫഷണൽ ആയിട്ട് ചെയ്യണത്. പണ്ടേ ഇങ്ങനെയൊക്കെ ഉണ്ടാറുള്ളൂ. അപർണ തോമസിന്റെ ഒരു ഇൻഫ്ലുവൻസസ് ഒക്കെ പാക്ക് ചെയ്ത് കൊടുക്കാം. കഴിച്ചിട്ട് കൊടുക്കുള്ളൂ. കഴിച്ചേട്ടടിയാന്നെന്തും പറയും. അടുത്തത് ഫൗണ്ടേഷനാണ്. നെക്സ്റ്റ് ഫൗണ്ടേഷൻ ആട്ടോ. വന്നാ വന്ന് മതി. അല്ലാ എന്റെ മുഖത്ത് പാത്തുന്ന് വെളുത്ത് സുന്ദരി. കഥകളി പോലെ നീ എവിടെ തൊടുന്നു? എവിടെ വെളുത്ത സുന്ദരി. ഓക്കെ സെറ്റാണ്. നോക്കട്ടെ പന്തു. വാവ് മറ്റേ LKG-യിലും പിള്ളേരാ മുട്ടിയിട്ട് നിറച്ചേക്കും. ഇനി കൺസീലറാണ്. കൺസീലർ ഇടണമെന്നില്ല. പണ്ടത്തെ ഒപ്പനക്ക് കൊണ്ടുപോകുന്നു. സൗണ്ട് അത് പഞ്ചസാര അലക്കാണ്. ഞാൻ കണ്ണടച്ച് വിളിച്ചോ. എനിക്ക് പേടിയോ. കണ്ണിലായ അടിയിലാണിത്. ഇതപ്പുറം കണ്ണല്ലേ? വന്നാ ഇതെവിടെ? നന്നായിട്ട് പീലിയിലായിട്ട് എപ്പടി ഇருக்கு? നല്ല ഇറുക്കാ. നല്ല ഇറുക്ക്. അതെ ഇറുക്കി ഇറുക്കി നശിപ്പിച്ചത്. അതാണ് ഞാൻ എടുത്തത്. ഞാൻ എടുത്തതാ. ഇത് മറ്റേ പിങ്ക് ആണോ? ഇത് ഇതല്ലേ ന്യൂഡ്. ബ്ലാക്ക് ആണോ? ഇത് ന്യൂഡ്. ഇത് ആക്കാച്ചിത്തള്ള മറ്റേതിന് പോലെ ആനബെല്ലേനെ കൂട്ടാക്കും മിക്കവാറും. ഞാൻ പറയട്ടെ ഏതാ നമ്മള് ബിന്ദുപ്പണിക്കുന്ന ലുക്കിലാണ് ചുരിദാറൊക്കെ ദിലീപ് ഉള്ളത്. ദിലീപ് അരെ ലീലാവതി. അയ്യോ സിനിമ കിട്ടുള്ള കസ്തൂരിമാന. ഇവര് മറ്റേ ബ്രോത്തെടുത്താണ്. അത് വലിയ പൊട്ടൊക്കെ തൊട്ട്. മനസ്സിലായി മനസ്സിലായി. മോയ്സ്ചറൈസർ ഉണങ്ങി അതുകൊണ്ട് ഒരു വഴി
നീ അത്രയും പൊത്തിയിട്ടാണ് ഞാൻ ഇച്ചിരി ഇട്ടുള്ളൂ. ഞാൻ എല്ലാം കുറെ വാരി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇച്ചിരി ഇട്ടത് എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട് guys പറയൂ. ഏറ്റവും വീട് എന്റെ മോന്തിരിക്കും. ഇത് കാജലാട്ടാ. ഇതില് അച്ചത്തെ സാധനം ഉണ്ടോ? ആ ഉണ്ട് കാജല. അവസാനം ഞാൻ ചെയ്തായിരിക്കും ഏറ്റവും നല്ലത്. എന്നിട്ട് നിങ്ങൾ കമന്റ് ചെയ്യണം ആറിന്റെ ആണ് നല്ലത്. അത് ആറിന്റെ മുഖമാണ് നല്ലത്. ഉണ്ട്. ഐബ്രോ ആണ് കൊച്ചിന്. ഇതിന്റെ ഒരു കുറവുള്ളൂ. പിരിവില്ല നിനക്ക്. അവിടെയൊക്കെ വെളുപ്പിച്ചു. അവിടെ കുറച്ച് ഫൗണ്ടേഷൻ ആണ്. ഇതല്ലേ video? ഒരു വാലൊക്കെ വന്നിട്ട് എവിടെ വരെയെന്ന് അറിയില്ല. ലിപ് ലൈനർ. ഇതിൽ ഞാനൊരു ഇതാവശ്യമായ പണിയാണ്. വാളിക്കണ്ട വലിയിലേക്കോ മൂക്കിലേക്കോട്ടി പറയണം. എനിക്കത് ലിപ്സ്റ്റിക്കോ ഇതന്നെ എല്ലാരും ഇട്ടാ മതിട്ടാ. അതെ ഇതല്ലേ ചുണ്ടല്ലേ ചുണ്ടനെ പറയുമ്പോള് അതിങ്ങനെ സ്മജിങ് തിന്നിട്ട് തൂത്ത് വെച്ച പോലെ മീശയൊക്കെ അരച്ചുണ്ട്. കോമ്പാക്ട് ഇട്ടില്ല guys. അയ്യോടാ കോമ്പാക്ട് വെറുതെ സെറ്റ് ആവാനത് ഇങ്ങനെ വഴുവഴുപ്പതാകുന്നു. പിന്നെ സാധനമൊക്കെ വെച്ചിട്ട് എന്റെ കൈ കൂടെ വന്നി. അവസാനം നമുക്ക് കോമ്പാക്ട് ഇട്ട് അവസാനിപ്പിക്കും. അതെ. എന്ത് വേണ്ട അപശബ്ദമൊക്കെ ഉണ്ടാക്കണം. എന്റെ അവസ്ഥ എനിക്കൊന്ന് കാണാണ്ട് ഒരു സമാധാനം കിട്ടും. നല്ല രസമുണ്ട്. അതെനിക്ക് നല്ല ടേസ്റ്റ് ഉണ്ട്. ഗൈസ് ഇനി ഞാൻ ആദ്യം നോക്കട്ടെ. നീ നോക്കി നീ സർപ്രൈസ് ആവണം. കണ്ണാടി പൊട്ടി വരും പ്രിയ. ഇതിപ്പോ കറക്റ്റ് നിങ്ങളെ ബിന്ദു പഠിക്കാനായി. ഇതാണ് ഫൈനൽ റിസൾട്ട്. ഇനി നമുക്ക് അടിപൊളി zoom ചെയ്ത് നോക്ക്. അപ്പൊ ഇനി അടുത്ത ആൾക്കാരെ കാണാം. ഇതല്ലേ ആ പൈസക്ക് നിക്കണോ നിക്കണേ. ചിരിക്കാൻ കുറെ ഉണ്ടെന്ന്. അതെ. മതി ഉമ്മി. അടുത്ത സാധനം എനിക്ക് നാച്ചുറൽ ലുക്ക് ആയിട്ട് എന്റെ കുട്ടീനെ നന്നായിട്ട് ഫൗണ്ടേഷൻ. പക്ഷേ കുഴപ്പമില്ലട്ടാ. ഇയാളുടെ മിക്ക സാധനങ്ങളും വൃത്തിയിലിരുന്നോളൂ. ആ മറ്റേ ഇതിലൊക്കെ കണ്ടിട്ടില്ലേ, നമ്മുടെ ഫേസ് പാക്ക് ചാലഞ്ചിൽ കണ്ടില്ലേ? അയ്യോ ഞാൻ കണ്ടില്ല. ഇയാളുടെ സാധനങ്ങൾ മാത്രം മെനക്കിരുന്നുള്ളൂ. എന്റെ ചാലഞ്ചിലേക്ക് മുടിഞ്ഞ മണം വരുന്നു. എവിടെ
കഴിഞ്ഞാ എവിടെ നോക്കി അത് കൊള്ളാം ഗൈസ് പൊടിക്കറിയണല്ലോ ഒന്നും ഞാൻ എന്റെ കഴിവാണ് വേറൊന്നുമല്ല പോ വേണ്ട നീ ഇട്ട് എന്നിട്ട് ഞാൻ പിടിക്കാം ഇതിലെല്ലാം ഇത് നമ്മ കഥ കളിക്ക് നമ്മ ഇടൂലേ ഓക്കെ ഗൈസ് നോക്കിയ റിസൾട്ട് അടുത്ത സാധനം പ്ലീസ് നെക്സ്റ്റ് കുടിക്കായ മുടിക്കായി മുടിക്കല്ല മുടിയിലായി എവിടെ നോക്കിയ പൊടി നെക്സ്റ്റ് മേളിലാണ് കണ്ണോട് മസ്കാര ഇങ്ങനെ ഇടാവോ എന്ന് ഞാൻ പഠിച്ചു അതൊക്കെ ഗൈസ് മസ്കാര ഇങ്ങനെ ഇടാം നമുക്ക് നല്ല രസമുണ്ട് ഇതില് വന്നിട്ടുണ്ടല്ലോ ഇത് ബോട്ടാ ഇതില് പ്രിയം സ്മജ്ജാക്ക് സൈഡിലാക്ക് ഭാഗത്ത് സൈഡില് അത് കവളാണല്ലേ സൈഡില് ഓക്കെ ഓക്കെ ആ സൈഡില് ഓക്കെ ഇപ്പൊ കറക്റ്റ് എവിടെ ഇപ്പൊ കറക്റ്റായി ഗൈസ് കണ്ണൊന്നും വലിയ കുഴപ്പമില്ല എനിക്കാണ് ഏറ്റവും ഭാഗ്യം ആ മുഹൂർത്തത്തിലേക്ക് കിടക്കുകയാണ് ഗൈസ് ഇതാണ് ഞങ്ങളുടെ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ട് ഇതിൽ ഏറ്റവും കൂടുതൽ സുന്ദരിയാണ് ആര് ചെയ്ത മേക്കപ്പ് ആണ് നല്ലത് ഇപ്പൊ എന്റെ മുഖത്തിന്റെ മേക്കപ്പ് ആണ് നല്ലതെങ്കിൽ റിഹാനയുടെ 6 ഇട്ടാൽ എന്റേതാണെങ്കിൽ ഫാത്തിമാന്റെ F ഇട്ടാൽ എന്റെ ആണെങ്കിൽ പൊടിയുടെ P ഇട്ടാൽ മതി അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് സജസ്റ്റ് ചെയ്യുക നെക്സ്റ്റ് വീഡിയോസ് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ബൈ ബൈ ബൈ